നമുക്ക് ഭൂമിജയുടെയും അജയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വല്ലാത്ത ടെൻഷനിലായി പോയി ഭവാനി. ദൈവമേ, പെട്ടുപോയോ എങ്ങാനും ഇനിയിപ്പം സത്യദാസിന് എന്തേലും സംശയം തോന്നുവോ? അങ്ങനെ സംശയം തോന്നിയേ തീർന്നു. അതോടുകൂടി തൻ്റെ കാര്യം ഗോവിന്ദ എത്ര പെട്ടെന്ന് തന്നെ അജയുടെയും അഞ്ജനയുടെയും കൂടെ വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്തണം. അതിനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഈ സമയത്ത് അജയ് എന്ത് ചെയ്തു? രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സംഗീതയുടെ മാധവൻ്റെ ഒക്കെ അരിയിലേക്ക് ഭവാനി എന്നിട്ട് പറഞ്ഞു, ഇനി എന്താണെങ്കിലും അഞ്ജനയുടെ അജയുടെ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തം നോക്കി അവരുടെ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് സൗഭാഗ്യ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ അത് താമസിക്കുന്നൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം. അമ്മേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അജയുടെ മനസ്സ് എപ്പം മേളിലും മാറാം. കണ്ടില്ലേ, അവനാണെങ്കിൽ ആ അഞ്ജനയുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. ഒരു പക്ഷേങ്കിൽ അവനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ അത്ര വലിയ താല്പര്യത്തോട് ഇട്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. അതൊക്കെ നിനക്ക് വെറും തോന്നല അല്ലെന്നേ. അമ്മേ, ശരിക്കും അവൻ പറ്റിച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് അറിയില്ലാത്തതുകൊണ്ട് അവൻ്റെ സ്വഭാവം. അതൊക്കെ ഭവാനി പറഞ്ഞു കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ജോൾസിനെ വിളിച്ച് നോക്കിയിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭവാനി പറഞ്ഞു, ഞാനൊരു ജോൾസിനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ന് മോതിരമാരത്തിന് പറ്റിയ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നുണ്ടോ? അപ്പോഴേക്ക് സംഗീത പറഞ്ഞു, എടപെടിയെന്ന്. സൗഭാഗ്യ മുത്തശ്ശി പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾ വീട്ടുകാരുടെ മാത്രം മതിയല്ലോ, ഒരു മോതിരമാറ്റം അങ്ങ് നടത്താം. ഭവാനിക്ക് സമ്മതമായിരുന്നു. ഭവാനി പറഞ്ഞു, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു മോതിരമാറ്റം നടത്തുക, കല്യാണം അധികം വൈകാതെ തന്നെ കല്യാണം നടത്താം. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഭവാനിയുടെ അഞ്ജനയുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാധവൻ പറഞ്ഞില്ല, ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ മാധവ, തൽക്കാലത്തേക്ക് എൻഗേജ്മെന്റ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, കല്യാണം അധികം ഗംഭീരമായിട്ട് നമുക്ക് ആൾക്കാരെ വിളിച്ചിട്ട് നടത്താം. അല്ല, ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, ഇനിയിപ്പം അഞ്ജനെ അജയ് വിവാഹം കഴിക്കുമെന്ന്. അപ്പം മോതിരം മാറിയ പിന്നെ ആ ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടൂലോ. ഭവാനി പറഞ്ഞു, അത് മതിയമ്മയെന്ന് പറഞ്ഞു. എങ്കിൽ ഇന്ന് തന്നെ മോതിരമാറ്റം നടത്താം, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? മോതിരമാറ്റത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടത്താൻ ഒരുങ്ങുവാണ്. ഈ സമയം അനുപമ ആലോചിച്ചു, എന്തിനായിരിക്കും ഭവാനി ചെറിയമ്മ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മോതിരമാറ്റം നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയണേ? എടിപിടിയെന്ന് എന്തെങ്കിലും കള്ളത്തരം ഇതിനകത്തുണ്ടോ? അനുപമയ്ക്ക് അങ്ങനെ കുറെ സന്ദേഹങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതേ സമയം അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭൂമി ഷോപ്പിലേക്ക് വരുന്നത്. അങ്ങനെ ഭൂമി ഷോപ്പ് തുറന്ന് ചായയൊക്കെ ആയിട്ട് വന്നു. ചായ ബാക്കി എല്ലാവർക്കും കൊടുത്തു. അജയുടെ മുറിയിലേക്ക് ചെല്ലാനായിട്ട് ഭൂമിക്കൊരു മടിയുണ്ടായിരുന്നു. സാറെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇറക്കി വിട്ടതാണ്. വല്ലാത്ത ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് സംസാരം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഭൂമി ബാലൻ സാറിൻ്റെ കയ്യിൽ ചായ കൊടുത്തിട്ട് സാറ് തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതെന്താ ഭൂമി? ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഭൂമി ആ ചായ കൊടുത്തിട്ട് ഭൂമി തിരിഞ്ഞിങ്ങ് നടക്കുമ്പോഴത്തേനും ആൽഫ്രഡ് അങ്ങോട്ട് വന്നു. അപ്പോൾ ആൽഫ്രഡുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞു, അല്ല പേടിക്കൊന്നും വേണ്ട ഭൂമി, എന്താണെങ്കിലും അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, നമുക്ക് ഉറപ്പായിട്ട് അമ്മയെ പുറത്തിറങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു, എൻ്റെ പ്രതീക്ഷകൾ ഓരോ ദിവസം അസ്തമിച്ചുകൊണ്ടിരിക്കുക സാറേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാറ് പറഞ്ഞ പോലെ വലിയ വലിയ തുകയൊന്നും വക്കീൽ ഫീസ് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ എനിക്ക് ഈ കേസ് തെളിയിച്ചല്ലേ മതിയാവുള്ളൂ. എൻ്റെ അമ്മയുടെ ജീവിതമാണ് ഇപ്പം ജയിലിൽ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എനിക്കൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. അപ്പോഴേക്കും അജയ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഭൂമി ഒരു നിമിഷം അജയനെ നോക്കി. അജയ് പെട്ടെന്ന് ചിരിച്ചു കാണിക്കുകയാണ്. ഭൂമിക്കൊരു അന്താളിപ്പേ, ചിരിച്ചു കാണിക്കുന്നു. ഇതെന്തും അറിമായം, തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു കയറാൻ വരുന്ന ആളാണ്. പെട്ടെന്ന് അജയ് പറഞ്ഞു, ഭൂമി നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ അമ്മയുടെ കേസ് നമുക്ക് എന്താണെങ്കിലും തെളിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, സാറേ എനിക്കിപ്പം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. തെളിവ് സഹിതം ഞാൻ നിരത്തിയിട്ടും സാറാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കിടുന്നില്ലോ. ഭൂമി അതിന് അതിൻ്റെതായ സമയമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുറച്ച് സമയം കൂടെ ഞാൻ തെളിയിച്ചു തരാം. ഭൂമിയുടെ അമ്മയെ നമുക്ക് രക്ഷിക്കാം, അച്ഛൻ്റെ കൊലയാളി ആരാ നമുക്ക് കണ്ടെത്താം. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, എനിക്ക് പ്രതീക്ഷയുണ്ട് സാറേ, എൻ്റെ അമ്മ കൊലയാളിയല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്ന്. എനിക്ക് തെളിയിച്ചല്ലേ മതിയാവുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം, എനിക്ക് എൻ്റെ അമ്മ മാത്രം ആശ്രയമായിട്ട് ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ
ഭൂമി വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞ് ഭൂമി അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഭൂമിക്ക് വല്ലാത്തൊരു സമാധാന സന്തോഷമൊക്കെ തോന്നി. നേരത്തെ അജയ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അപ്പം അജയ്ക്ക് ആ മാറ്റത്തിന് പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. സത്യദാസ് വിളിച്ചിട്ട് അജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയെ ക്ഷേത്രത്തിൽ വെച്ച് ഒരാൾ വന്ന് ആക്രമിച്ചെന്നൊക്കെ. അപ്പം തന്നെ അജയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ വേറെ ആരുടെയോ കൈകളുണ്ടെന്നുള്ള കാര്യം. കൃത്യസമയത്ത് താൻ ഇടപെട്ടുകൊണ്ടാണ് ഭൂമിയെ രക്ഷിക്കാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ. അപ്പം ഭൂമി പറയുന്നത് ശരിയാണ്. ഭൂമിയുടെ അമ്മയല്ല കൊലപാതകി, പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്തണം. ഭൂമിയോടൊപ്പം നിന്നേ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്ത അജയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭൂമിയോട് അങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിച്ചൊക്കെ. എന്തോ ഇപ്പം പണ്ടത്തെ ദേഷ്യവും കാര്യങ്ങളൊന്നും അജയ്ക്ക് ഭൂമിയോടില്ല. അവളുടെ അവസ്ഥ അത് വല്ലാതെ അജയനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയുടെ ഫോണിലേക്ക് സംഗീതയുടെ കോള് വരുന്നേ. അമ്മയുടെ കൂടെ കണ്ടപ്പോൾ അജയ് ചെന്താമേ, അതെ ഇന്ന് നീ കുറച്ച് നേരത്തെ പറഞ്ഞു, വീട്ടിൽ കുറച്ച് പൂജകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പൂജകളും കാര്യങ്ങളോ? അതെ നേരത്തെ പറഞ്ഞു അമ്മ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ, നേരത്തെ വന്നേ മതിയാവുള്ളൂ. ശരി വന്നേക്കാം. ദേ ഇനി എന്നെ കൊണ്ട് വിളിപ്പിച്ചേക്കരുത്. ഇല്ലമ്മേ ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. അജയ് ഓർത്തി എന്താ പെട്ടെന്നൊരു പൂജ? ചിലപ്പോൾ എന്തേലും കാണുമായിരിക്കും. മുത്തശ്ശിക്ക് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ദിവസങ്ങളിൽ വീട്ടിൽ പൂജ, സർവൈശ്വര്യ പൂജ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് നടത്തുന്ന ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് അജയ് വിചാരിച്ചു. കൂടുതലായിട്ടൊന്നും അജയ് പിന്നീട് ചിന്തിക്കാൻ പോയില്ല. അജയ് തൻ്റെ ജോലി തുടർന്നു. ആ സമയത്ത് കടയിലേക്ക് വിജയനും ശിവനും വന്നു. അങ്ങനെ അവരുമായിട്ട് ഭൂമി സംസാരിച്ചു. തങ്ങളുടെ പ്ലാനൊക്കെ ഏകദേശം കറക്റ്റായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇനി അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല. ചിലപ്പം ആ കത്ത് മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട്, അച്ഛനെഴുതിയ കത്ത് മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് 10 ലക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തരാമെന്നും പറഞ്ഞ് അവർ വരികയും ചെയ്താൽ, പക്ഷെ ഇതുവരെയായിട്ടും ആ തുക കൈമാറിയിട്ടൊന്നുമില്ല. എപ്പോഴേ ഏത് സമയത്താണെന്ന് അറിയത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ പിടിക്കാൻ തയ്യാറായിട്ടാണ് ഭൂമി അവരും ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആ സ്ത്രീയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അവരും ഭൂമിയും കൂടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് തന്നെ അജയ് നേരത്തെ വീട്ടിലേക്ക് ഇറങ്ങുവാണ്. അജയ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ചെല്ലുന്നത്. ചെന്ന് അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അജയ് കൊണ്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ തന്നെ സംഗീത, അനുപമേ, മാധവനൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു ആരതിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കണം. അജയം കൂടെ വരുമ്പോഴത്തേനും അജയ് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതെന്താ വെച്ചാൽ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാ. ഇതെന്താ പൂജയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു. വീട്ടിലെന്തോ പൂജകളും വഴിപാടുകളും നടത്തുവാന്നല്ലേ പറഞ്ഞേ. അതേ മോനേന്ന് സംഗീതം പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് മാധവൻ കഥ അങ്ങ് തുറക്കണം. കഥ തുറന്നു കഴിയുമ്പോഴത്തേനും വീടിൻ്റെ അകം മൊത്തം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഒരു നിമിഷം ഞെട്ടിപ്പോയി അജയ്. ഇതെന്താ? അപ്പോഴാണ് അജയ്ക്ക് മനസ്സിലാകുന്നത്. അവിടേക്ക് അഞ്ജനയും കൂടെ ഒരുങ്ങി ഇറങ്ങി വരുവാണ്. അജയ് ആ കാഴ്ച കണ്ട് ഞെട്ടി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ ഇന്ന് അഞ്ജനയുടെയും നിൻ്റെയും കൂടെ വിവാഹം നിശ്ചയ, മോതിരം മാറ്റമാണെന്ന് പറഞ്ഞു. അജയ്ക്ക് മനസ്സിലായി എല്ലാവരും കൂടി തന്നെ പെടുത്തിയതാണ്. ദൈവമേ, എങ്ങനെ ഇതിനകത്തൊന്നും തനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു ചിന്ത അജയുടെ മനസ്സിലുണ്ടായി. പെട്ടെന്ന് അജയ് പറഞ്ഞു, മുത്തശ്ശി എന്തായി പറയണേ? വിവാഹം നിശ്ചയോ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞല്ലോ. സംഗീത പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തേലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പൂജ എന്നൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വന്നേന്ന് പറഞ്ഞു. അഞ്ജന്റെ സന്തോഷത്തോട് അജയനെ നോക്കി ചിരിക്കുകയാണ്. അതൊരു കൊലച്ചിരിയായിട്ടാ അജയ്ക്ക് തോന്നിയത്. ഭവാനിയുടെ മുഖത്തൊരു വിജയിച്ചിരിയുണ്ട്. ദൈവമേ, എങ്ങനെ ഈ ഊരാ കുടിക്കുന്നു നിന്ന് രക്ഷപ്പെടാൻ പറ്റും? കൃത്യസമയത്തിന് ആൽഫ്രഡ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അജയുടെ എന്ത് കാര്യത്തിനും ആൽഫ്രഡിൻ്റെ ഒരു കൂട്ട് എപ്പോഴും ഉള്ളതാണ്. ആൽഫ്രഡിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അജയ്ക്ക് ഒരു സന്തോഷമായി. ദൈവമേ, ഇവനെ വെച്ച് എന്തെങ്കിലും ഒരു ഡ്രാമ കളിക്കണം, ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അജയ് അവിടുന്ന് രക്ഷപ്പെടുവാണ്. ആൽഫ്രഡും അജയും കൂടെ ചേർന്നൊരു തന്ത്രമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ എൻഗേജ്മെൻറ്റ് ചടങ്ങിൽ നിന്നും അജയ് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും വീണ്ടും അഞ്ജനയ്ക്കും ഭവാനിക്കും പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.